സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റോബ്ലോക്സാണ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിൽ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റാണ് കളിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതാ നമ്മൾ വീഡിയോയിലേക്ക് കയറി. ആദ്യം തന്നെ നമുക്കൊരു മരം വെട്ടാം ഗൈസ്. ഏതൊരു പഴയ കോടാലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെട്ടണുണ്ടെന്ന് തോന്നി. നല്ല പാടുണ്ട്, വെട്ടാൻ ഭയങ്കര പാടാ. 3 മരം കിട്ടി. 3 ലോഗ്, ഒരു സാപ്ലിങ്ങും ഉണ്ട്. അതോടെ കിടക്കട്ടെ. നമുക്കിത് ക്യാമ്പ് ഫയർ കൊണ്ടിടാം ഗൈസ്. ഫയർ റീച്ച്ഡ് 100. ദ മാപ്പ് ഹാസ് ഗ്രോൺ ബിഗ്ഗർ. കൊള്ളാം. നമുക്ക് ഇവിടെ നോക്കാം വല്ല സാധനം കിട്ടുമെന്ന്. ഒരു വൂൾഫ് നിൽക്കുന്നുണ്ട്. പിന്നെ കടിക്കുമെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഈ ലോഗൊക്കെ പെറുക്കിക്കൊണ്ട് പോയേ. കാണുന്നതിന് മുമ്പ് പെറുക്കിയിട്ട് വീട്ടിൽ പോവാം. അയ്യോ, എന്നെ കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ ഇനി അവനെ കടിച്ചു കൊന്നളയും. നമുക്കിതുകൊണ്ടാ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഇടാം ഗൈസ്. ഇവന്മാരൊന്നും ചെയ്യണില്ലെന്ന് തോന്നുന്നു. വെറുതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി അടിച്ച് കിടക്കേ. ആദ്യം തന്നെ ഒരു മാപ്പ് ഉണ്ടാക്കാം നമുക്ക്. ബ്ലൂ പ്രിൻ്റ് പർച്ചേസ്ഡ് മാപ്പ് ഹിയർ പ്ലേസ് വിസ്റ്റീരിയ _6 ബിൽഡ് മാപ്പ്. ഇനി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. ഇവിടെ ഒരു വോൾഫ് ഇപ്പം ഉണ്ടല്ലോ. അവനെ ഇല്ല, അവൻ കണ്ടില്ല എന്നെ. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറക്കാം. അങ്ങനെ ഞാൻ നടന്ന് വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തോ പച്ച കളറാണ് മുഴുവൻ. ഫേറി ബയോമാണിത്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഞാൻ കാര്യം പറഞ്ഞു, ആദ്യത്തെ ദിവസം ഇത് കാരണം കുഴപ്പമില്ല. നമുക്ക് ഈ സ്ഥലത്തും കൊണ്ടൊന്ന് കയറി നോക്കാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ക്യാമ്പ് ഫയർ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഷോ യുവർ സപ്പോർട്ട് ഗൈസ്. രാത്രി ഏതാറും പുറത്തും പോകാൻ പറ്റിയില്ല. എനിക്ക് ഹങ്കർ അടിച്ച് തുടങ്ങി. രാവിലെ ഗൈസ് പുറത്തു പോയിട്ടല്ല. നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ. ഇവിടെ ഒരു ബണ്ണ് നിൽപ്പുണ്ട്. അവനെ തല്ലിക്കൊന്ന് തിന്നാം. ശരി, വെട്ടാൻ പറ്റണില്ല ഇവന്. അവിടെ നിൽക്കും ബണ്ണി. ഓടല്. എനിക്കൊന്നും അനങ്ങാൻ പറ്റാത്ത. പറ്റി. ഓടല്. അയ്യോ, ഞാൻ കുളത്തി വീണു. അവിടെ നിൽക്കി. ഇതെന്ത് സാധനം ഇത്? കിടന്ന് ഓടിക്കളിക്കണത്. ഇവിടെ ഇവന്മാർ കിഡിനൊക്കെ റെസ്ക്യൂ ചെയ്തു കേട്ടാ. നൗ ഡേയ്സ് വിൽ ഇൻക്രീസ് by 3. കൊള്ളാം. പ്രോ പ്ലേയേഴ്സാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പാവങ്ങൾ. നമുക്കൊന്നും കൂടെ പുറത്തൊക്കെ പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോൾ വല്ല ജസ്റ്റും കിട്ടിയാലോ. ഒരു കോള് കിട്ടി ഗൈസ്. ഇവിടെ ഒന്നും കാണാനില്ല. എന്ത് സാധനം? അത് വർക്ക് സ്മിത്താണ്. അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ റൂബി ചെസ്റ്റ് കിട്ടും ഗൈസ്. റൂബി ചെസ്റ്റ്.
ജസ്റ്റ് അയ്യേ ഒരു സാധാരണ ജസ്റ്റ് കിട്ടി ഗൈസ് നമുക്ക്. അഴുക്ക ജസ്റ്റ് എന്തു സാധനം കിട്ടണമെന്ന് നോക്കാം നമുക്ക്. ഇന്ന് തുറക്കം കിട്ടും. ലെതർ ബോഡി കിട്ടി ഗൈസ് എനിക്ക് പ്രൊട്ടക്ഷന്. യു ആർ ഹംഗരി. ആ ആൽഫ ഉൾഫിനെ കണ്ടു ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് എന്നെ കടിച്ച് കീറിയപ്പോൾ മയ്യത്താക്കി വിടും. ഞാൻ സ്വയം മയ്യത്താണെങ്കിൽ കുറച്ച് ബെറി കഴിക്കട്ടെ. ഈറ്റ്. എവിടെ തിരിഞ്ഞാലും വൂൾഫാണ്. എല്ലാം വന്ന് ഏണി വെക്കും വെറുതെ. ഇവിടെയും കുറച്ച് ബെറി ഉണ്ട് നിന്ന. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. എന്ത് ചെയ്യോ എന്തോ, രാത്രി വിശക്കുമോ എന്തോ. ഇവിടെ 2 ബെറി ഉണ്ട്. ഇന്ന് ബെറി തന്നെ ശരണം. ഇവനെന്ത് ഒരു മണി കാണിക്കാനുള്ള ക്യാമ്പ് ഫയർ 71%. എന്ത് സാധനം അത്? ഇവ ഹൈലൈറ്റ് ചെയ്താണ് ഗൈസ്. നമുക്ക് കുറച്ച് മരം വെട്ടാം. എല്ലാ മരം വെട്ടണ കാണിക്കുന്നില്ല, മിക്കവാറും ഞാനിത് കട്ട് ചെയ്ത് കളയും. ക്യാമ്പ് ഫയർ ഇപ്പോൾ 75% ആയി ഗൈസ്. ആ വൂൾഫിനെ കണ്ടോ, വെറുതെ വഴി പോണൊക്കെ കടിക്കാൻ വേണ്ടി. ആ വൂൾഫെന്തി അവൻ തല്ലിക്കൊന്നവനെ. ഇതൊരു മുട്ടയുടെ സാധനം ഉണ്ട്, ഞാനത് എടുക്കല്ല ഗൈസ്. വെറുതെ എടുത്താൽ നമ്മുടെ ഇൻവെൻട്രി പോകും എടുത്തു കഴിഞ്ഞാൽ. ഗെയിം സ്റ്റക്കാണ്. ഗെയിമിൻ്റെ കുഴപ്പമല്ല, എൻ്റെ PC യുടെ കുഴപ്പമാണ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് വേണം ഞാൻ 10 പൈസ കിട്ടുമ്പോൾ വേണം ഒരു PC എടുക്കാൻ. ഇവനങ്ങോട്ട് തല്ലിക്കില്ല. വാടാ. അവന് എന്നെ കടിച്ച് എൻ്റെ ലൈഫ് പകുതിയാക്കി. ചത്ത്. ചത്തില്ല. 2 മോർസലും ഒരു സ്റ്റീക്കും കിട്ടി. ഇവന്മാർ ക്യാമ്പ് ഫയർ 93% ആക്കി. പക്ഷേ പ്രോ പ്ലേയേഴ്സാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് 300 ദിവസമുണ്ട്. അവന്മാർക്ക് 200 സംതിങ് 200 താഴെ തന്നെ ഉള്ളു. കാരണം ഞാൻ AFK ബീസ് ഉണ്ടാക്കിയിട്ടാണ്. ഈ കളിയിൽ നമുക്ക് മാക്സിമം നോക്കണം 99 ഡേയ്സ് അടിക്കാനായിട്ട്. അടിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുറച്ചും കൂടെ മരം വെട്ടാം. ക്യാമ്പ് ഫയർ എങ്ങനെയെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് കിഡിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇനിയും കുറേ വുഡ് വെട്ടേണ്ടി വരും മിക്കവാറും. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. കുഴപ്പമില്ലെന്നു. ഒരു മിനിറ്റ് ഗൈസ്. എഫ് സ്റ്റോർ. ഇവിടെ ഉൽക്ക വന്ന് വീണു. മീറ്റിയേഴ്സ് ഹാവ് ക്രാഷ്ഡ് ഓൾ ഓവർ ദ മാപ്പ്. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളൊരു സ്പേസ് ഷിപ്പ് കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കിട്ടും. നീ മരം വെട്ടണം. യു ആർ ഹംഗരി again.
ഓ ഇന്ന് അറ്റാക്ക് ഉണ്ട്, മറ്റേ കൾട്ട് ടീംസ് വരുമെന്ന്. അമ്മാരൊന്നും സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും 99 നൈറ്റ്സ് അടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല. എന്ത് പറയാ, ജീവിച്ച് പോണ്. ഓ കണ്ട വൂൾഫൊക്കെ എന്നെ ഒന്ന് കടിക്കുന്നു. പിഴച്ച വൂൾഫ്. നമ്മൾ ഫെയറി ബേം എത്തിയിട്ടുണ്ട്. ഈ മുട്ടയെ കൊടുക്കളിങ്ങ മൈൻഡാൻ പോണില്ല. യു ആർ ഹംഗരി. എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡ് കണ്ടുപിടിക്കണം ഗൈസ്. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഫുഡ്. ക്യാരറ്റ് കിടപ്പുണ്ട്. അല്ലാണ്ട് ഇവിടെ അങ്ങ് ബെറി. അത് ബെറിയാണ്. ആ ഒരു ബെറി കിടക്കണം ഗൈസ്. ഈറ്റ് അടുത്തതിന് എന്ത് എന്നിട്ട് ഹങ്കർ കൂടണില്ല. പിന്നെ ഹംഗരിയായി. ഓ ഒരു ബെഡൊക്കെ ഉണ്ടാക്കി വെക്കണം. ഒരു ക്യാരറ്റ് കിടക്കണം, നമുക്കെടുത്ത് തിന്നാം. ഓ ഇവന്മാർ പുറകിന്ന് വെട്ടി തന്നെ. ഞാൻ കണ്ടാ പോലും ഇല്ല. ഞാനിവിടെ ഹംഗ്രി ആയിട്ട് ഫുഡ് തന്നിട്ടിരിക്കുന്നു. അപ്പോഴെന്നെ ഒന്ന് വെട്ടി. ഇവന്മാർ ചാവണല്ലോ വെട്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഗുഡ് ആക്സാണ് ഇരിക്കണം, അവന്മാരെ ഓൾഡ് ആക്സ്. എന്നെ വെട്ടി കൊല്ലാറായി. നമുക്ക് പിന്നെ ഈ സാധനത്തിൽ വെച്ചിട്ട് വലിച്ച് കൊല്ലാവമ്മ ചാവുക നോക്കാം. എൻ്റെ കുഞ്ഞിവൻ ചാവണില്ല. അവൻ വെട്ടിക്കൊല്ലടാ സഹായിക്കടാ. എൻ്റെ ഹാഫ് HP ആയി. ഓ അവൻ വെട്ടി. കൾട്ടിസ്റ്റ് ജമ്മും കിട്ടി. ഞാൻ എടുക്കണില്ല. ഓടാ ഞാൻ ചത്രോ സ്റ്റാർവിങ്. ഇപ്പം ചാവില്ല. അതിനിവിടെ എങ്ങും ഒരു സാധനവും ഇല്ല. കോഴിക്കുഞ്ഞിനെ വെട്ടി തിന്നാൻ പറ്റുമോ? ഇല്ല. അതിഥി ഹാസ് ഡൈഡ്. അവളും ചേർത്ത് ഞാനും ഇപ്പം ചാവും. അതെ യു ആർ സ്റ്റാർവിങ്. ലൈഫ് പോയി. ചത്ത്. ഓ അപ്പം തന്നെ മഴയും വന്നു. ഇടാ വന്ന് രക്ഷിതരാ. ഹെൽപ്പ്. അതെ വരുന്നുണ്ട്. ചാറ്റ് ഇടേണ്ടി വന്നില്ല, അതിന് മുമ്പ് വന്നു. ഇത് ക്രോസ് ബോ കിടക്കണ്. ഇൻഫേണൽ ക്രോസ് ബോ എടുത്തേക്കാം. ഇവന്മാരിവിടൊന്നും വേണ്ടാതെ ഇവിടെ ഇട്ടിരിക്കുക. ബാൻഡേജൊക്കെ വെറുതെ കിടക്കണ്ടേ. 2 ബാൻഡേജ് കൊടുത്തോളെ. ആവശ്യം വന്നാലേ ഇനി. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഗൈസ്. ക്രോസ് ബോ ഒക്കെ ലോഡ് ചെയ്ത് വെക്കാം. ഈ കുളത്തിൽ മീനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു വൂൾഫ് വയ്ക്കണം, അവനെ വെട്ടിക്കൊല്ലാം. വാടാ മോനെ. ഇനി ഞാൻ പവർഫുള്ളാണ്. ഇനി വെട്ടിക്കൊല്ലാൻ പറ്റിയല്ല എന്നെ. ബിക്കോസ് ഐ ഹാവ് സ്പിയർ. ദൈവം എനിക്ക് 3 മോർസൽ തന്നു. ഇവന്മാർ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചെന്ന്. സ്ട്രോങ് ഹോൾഡ് ഹിയർ എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റീക്കും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹങ്കർ ഫുള്ളായി. കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. എനിക്ക് വറുത്ത് തിന്നാൻ പറ്റുമായിരുന്നു ഞങ്ങൾക്കുള്ളായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ഹങ്കർ പറ്റിയത് വെച്ചിട്ട്.
ഇവിടെയൊക്കെ കുറേ ചെസ്റ്റ് ഉണ്ട്, നമുക്ക് പിന്നെ തുറക്കാം. ഇത്രയും നേരമായിട്ടും ഡേ 13 ഈ ബെഡൊക്കെ എന്നാത്തിന് വെച്ചിരിക്കണം. പിന്നെ കുറേ വുഡൊക്കെ കിടപ്പുണ്ട്. പറ്റുമെങ്കിൽ ഒന്നെങ്കിൽ ക്രാഫ്റ്റിംഗ് ബെഞ്ചിലിടാം, അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഇടാം. ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ ക്രാഫ്റ്റിംഗ് ബെഞ്ചിടാം. ക്യാമ്പ് ഫയർ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഇതിൻ്റെ അകത്തിടാം, ക്രാഫ്റ്റിംഗ് ബെഞ്ച്. ക്രാഫ്റ്റ് ഐറ്റം 63 സ്ക്രാപ്പാ. ഓഫ്, അയ്യോ വുഡില്ല കുക്ക് പോട്ട് ഉണ്ടാക്കാൻ. 3 വുഡും 1 മരം കൂടെ വെട്ടിയാൽ കിട്ടും. ഞാൻ ഇടയ്ക്ക് സ്റ്റക്കാവുണ്ടല്ലോ. നമുക്ക് 2 മരം വെട്ടാം. ഈ മരം ഒരെണ്ണം മതിയെന്ന് തോന്നുന്നു. സ്ട്രോങ് ഹോൾഡാണ്, നിനക്കെന്നെ കൊല്ലിച്ചിട്ടേ അടങ്ങുള്ളൂടാ. സ്ട്രോങ് ഹോൾഡിൽ ചെന്ന് കണ്ടുപിടിക്കാൻ. നമുക്ക് കുക്ക് പോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബയോഫ്യൂൽ പ്രോസസ്സർ ഉണ്ടാക്കാം ഗൈസ്. ഉണ്ടാക്കിയേ. അയ്യോ, ഇതിന് വെക്കണമെന്നാണ് പണി. ഇതൊരു ഏണിയാണ് ഈ സാധനം. ഇവനെ ഈ സാധനമൊക്കെ വെച്ച് വെട്ടാൻ നോക്കണം. ഞാൻ കൊല്ലുക തന്നെ. വെക്കാൻ പറ്റുന്നില്ലല്ലോ. സ്ട്രോങ് ഹോൾഡ് ഒന്ന് പൊടാർക്കാറുന്നു. ഇത് മര്യാദക്ക് വെക്കണ പണിയാണ് സാധനം. വെച്ച് ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ പിന്നെ തുറക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പോയി തുറന്നാലാ? വേണ്ട. തുറന്നു കളയാം. ഈ കക്കൂസിലാന്നോണ് ഞാൻ തുറന്നിട്ടുണ്ട്. ഓ, യെല്ലോ ചെസ്റ്റാണ്, യെല്ലോ ചെസ്റ്റ്. റൈഫിൽ കിട്ടിയാൽ മതിയായിരുന്നു. തന്നടാ, അതേ റൈഫിൽ കിട്ടി എനിക്ക്. സാധനം പോളി. ഓ, അതേ ഒരു വൂൾഫ്. എൻ്റെ പൊന്നെ, മാറിയിരിക്കും മുട്ടയെ കിട്ട്. ഇവിടെയൊക്കെ നിറച്ച ആൽഫ വൂൾഫോ. കണ്ട എന്നെ ഇപ്പോൾ വന്നിട്ട് കൊണ്ടു. തിരിച്ചു പോയിക്കളയാം. ഇതില്ല, ഹങ്കറില്ല. ഇതേ വേറൊരു യെല്ലോ ചെസ്റ്റ്. ഓ, എന്നെ കിണ്ണി. ഓ, ആൽഫ വൂൾഫ് അടിച്ച് ചത്ത്. ഓ, എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കള്ളപ്പന്നീനെ കടിച്ച്. മറ്റേ മരുവാൻ നോക്കാം നമുക്ക്. ഞാൻ മെസ്സേജ് ഇടാം, ഹെൽപ്പ്. ഓ, ഇനി അവമന്ന ലക്ഷണം കാണുന്നില്ല. ഓ, നൈറ്റ് ഈസ് അപ്രോച്ചിങ്. മിക്കവാറും നാളെ വരെയുള്ളായിരിക്കും ഗൈസ്. ഇന്ന് വരണ ലക്ഷണം ഇല്ല. ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിടണം. മതിയായി, നിർത്താൻ സമയമായെന്ന് തോന്നുന്നു ഗൈസ്. ഇച്ചിരി ലോങ് ആയി. നമുക്ക് നിർത്താം ഗൈസ്. ഒരു മിനിറ്റും കൂടെ നമുക്ക് കളിച്ചിട്ട് നിർത്താം.
ഇറ്റ്സ് ടൈം ടു എൻഡ് ദി ഹോസ്പിറ്റലിലും കൂടെ കയറിയിട്ട് നമുക്ക് നിർത്താം ഗൈസ്. ഇച്ചിരി ലോങ് ആയത്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഞാൻ ഡോറിൻ്റെ ഇടയിൽ സ്റ്റക്കായി. ഇല്ല ഡേ, അവനെല്ലാം എടുത്തോണ്ട് പോയിടേ, എനിക്കൊന്നും കിട്ടിയില്ല. ഇതിനകത്ത് കേക്കൊക്കെ ഉണ്ടാവണം. എൻ്റെ ഹെൽത്ത് കൂടിയേനെ ഇപ്പം ആ കേക്ക് തിന്നിരുന്നെങ്കിൽ. ഫുള്ളായേനെ. ഇവിടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, അങ്ങോട്ടൊന്നും കയറണ്ട. അതൊക്കെ പെരിയ സ്ഥലം. കയറിക്കഴിഞ്ഞാൽ വെട്ടി ഇപ്പം പീസാക്കി അരിഞ്ഞ് പുറത്താട്ടുള്ളൂ. ഓ, എനിക്ക് പിന്നെ വിലക്കാൻ തുടങ്ങി. ഇവൻ എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ ഒരു യെല്ലോ ചെസ്റ്റ് കിട്ടി ഗൈസ് നമുക്ക്. തുറക്കട്ടെ. അതേ അപ്പുറത്തൊരു ബിയർ നിൽപ്പുണ്ട്. മിക്കവാറും എന്നെ വെട്ടു. കണ്ടു കഴിഞ്ഞിപ്പം ഇണ്ണിക്കളയും. എനിക്ക് ഡിഫൻസിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് കിട്ടിയ ഗൈസ്. ഇതൊരു മൈക്രോവേവ് കിടപ്പുണ്ട്, അതും എടുത്തു കളയാം. ഓഹോ, ആ ട്രാപ്പ് ഞാനിപ്പോൾ വീണേനെ. ഒയ്യോ, രാത്രി കഴിയും. മിക്കവാറും എന്നെ ഡിയർ വന്ന് വെട്ടു. ദേ ഇവിടെ മറ്റേ ഇതുണ്ടായിരുന്നു, ആർമറി. അതൊക്കെ അവൻ തുറന്ന്. എന്നെ ആൽഫ വോൾഫ് അടിച്ച്. ചത്ത്. ഓ, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തിയാണ് ഗൈസ്. മതിയായി ഇന്നത്തെ. ഇത്ര നേരം കുറച്ച് ലോങ് ആയി ഗൈസ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.